ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. അപ്പോൾ നമ്മുടെ LP UP പരീക്ഷയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും അവസാനഘട്ട റിവിഷനിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ്, കുറച്ച് നേരം നമ്മുടെ കൂടെ ചെലവഴിച്ചാൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ അത്യാവശ്യം ഈ ഇടയായിട്ട് PSCയിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിനോടനുബന്ധിച്ച കുറച്ച് ഫാക്റ്റുകളും ഒക്കെ ആയിട്ടാണ് ഇന്ന് നമ്മുടെ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം എല്ലാവരും ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ നാളെ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും ഭാവി ടീച്ചർമാരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ഇടയ്ക്കായിട്ട് നമുക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഇത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, വി ശിവൻകുട്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് KB ഗണേഷ് കുമാർ ആണ് ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്താ, AK ശശീന്ദ്രനാണ് വനംവകുപ്പ് മന്ത്രി എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് തെറ്റായിട്ട് തോന്നുന്നത്? ഇതിനകത്ത് ആൻസർ വരുന്നത് 2ഉം 3ഉം മാത്രമാണ് ശരിയെന്നാണ് ആൻസർ കിടക്കുന്നത്, അല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? ശിവൻകുട്ടി തെറ്റാണ്. വി ശിവൻകുട്ടി നമ്മുടെ എന്താ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ല, അല്ലെ? വി ശിവൻകുട്ടി അല്ല. ബിന്ദു ആണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് വരുന്ന. വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രിയുമാണ് ആരെന്ന് പറയുന്നത്? ശിവൻകുട്ടി എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കുക. മന്ത്രിമാരെയൊക്കെ ഒന്ന് നോക്കിയേക്കുക. ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? KB ഗണേഷ് കുമാർ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി. ഇതിനകത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനായിട്ട് എക്സൈസ് വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിമുക്തി എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ്. ഓക്കെ, ആ പ്രോജക്റ്റിന് കീഴിൽ നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ ഉണർവ്, ഗുരുകുലം, ക്ലീൻ ക്യാമ്പസ് ഇവയൊന്നും അല്ലാന്നുണ്ട്. ആൻസർ ആരുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോവാണ്, വലിച്ചു നീട്ടുന്നില്ല. ആൻസർ ഉണർവാണ് കേട്ടോ. അപ്പൊ ഉണർവ് എന്ന് പറയുന്ന പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരിക്കുക? ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്കാണെന്ന് ഓർത്തിരിക്കണം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിമുക്തിയുടെ നേതൃത്വത്തിലാണ്, ഈ വിമുക്തി പ്രോജക്റ്റിന്റെ നേതൃത്വത്തിലാണെന്നും കൂടി ഓർത്തിരിക്കുക. ഉണർവ് എന്ന് പറയുന്ന പ്രോജക്റ്റ് കണ്ണടച്ചു വെച്ച് അങ്ങ് പഠിച്ച്. ഉണർവ്, വിമുക്തി, എക്സൈസ് വകുപ്പ്, സ്കൂൾ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി. ഓർത്തിരിക്കുമല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും അതുപോലെ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും, അത് ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല. ഓക്കെ, സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. എന്റെ കൂട്, ഷീ ലോഡ്ജ്, സീതാലയം, ആശ്രയ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസർ അത്യാവശ്യം അറിയാവുന്നവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോ എത്തിയിട്ടുണ്ടാവും. ആൻസർ എന്റെ കൂടാണ്. എന്റെ കൂട് കേട്ടോ, എന്റെ കൂടാണ് ആൻസർ. അതുപോലെ ഇതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തന്നെയാണ്, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഹോമിയോ വകുപ്പിന്റെ പദ്ധതിയാണ് സീതാലയം എന്ന് പറയുന്നത്. ഹോമിയോ വകുപ്പിന്റെ കീഴിലുള്ള പദ്ധതിയാണ് സീതാലയം. അപ്പൊ നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും അതുപോലെ 12 ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. കാര്യം 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് എന്റെ കൂട് പദ്ധതിയിൽ സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് പറ്റുക. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്റെ കൂട്. ഇനി മറക്കില്ലല്ലോ, എന്റെ കൂട് ഓർത്തിരിക്കാം. ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് ചോദിക്കും. കാര്യം പൊസിഷൻസ് ചോദിക്കും. ബേസ് ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പോഴത്തെ പൊസിഷൻസ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും അതുപോലെ തന്നെ ലോകത്തിന്റെയും വിവിധ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പേര് പഠിച്ചു വെച്ചേക്കണം. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര് എന്നാണ് ക്വസ്റ്റ്യൻ.
ആരാണ്? അന്റോണിയോ ഗുട്ടറസ്, ബുട്രോസ് ഖാലി, ബാൻ കി മൂൺ, കോഫി അന്നൻ. ഇവരെല്ലാരും എന്താണ്? UN-ന്റെ സെക്രട്ടറി ജനറൽമാരായിട്ട് ഇരുന്ന വ്യക്തികളാണ്. ഇപ്പോഴത്തെ ആരാന്ന് ചോദിച്ചാൽ അന്റോണിയോ ഗുട്ടറസ് ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ സെക്കൻഡ് ചാൻസ് ആണ്. രണ്ടാമതും അദ്ദേഹത്തിന് തന്നെ വീണ്ടും തിരഞ്ഞെടുത്തതാണ്. അപ്പോ അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. ഓർത്തിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ അതൊന്ന് കീനായിട്ട് ഒബ്സർവ് ചെയ്ത് പഠിച്ചിട്ട് പോവാ കേട്ടോ. അപ്പം മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ റോബിൻ ലീ, ഇവാൻ, റിച്ചാർഡ് സോക്കർ, കെയ്റ്റ് മെറ്റ്സ്. ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടാവും. ആൻസർ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? ആൻസർ എന്ത് പറയും? ഇവാൻ ആണെന്ന് പറയണം. ഓക്കെ. മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ AI ഉപയോഗിച്ച് വായിക്കും. നമ്മൾ മനുഷ്യരുടെ ഒന്നും ആവശ്യമില്ല. AIയുടെ സഹായത്തോടു കൂടി എന്താണ് വാർത്ത അവതരിപ്പിക്കുന്നു. ഇവാൻ. നോട്ട് ചെയ്ത് വെച്ചേക്കുക. മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ. നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചായിരുന്നു. ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപിക ആരെന്ന് പഠിച്ചായിരുന്നു. ഐറിസ് എന്ന് പഠിച്ചായിരുന്നു. ഐറിസ് ഓർമ്മയുണ്ടോ? ഐറിസ്, IRIS. ഐറിസ് എന്താ? ആദ്യത്തെ AI അധ്യാപികയാണ് അല്ലെ. ആദ്യത്തെ AI കേരളത്തിലെ ആദ്യത്തെ അധ്യാപിക AI അധ്യാപികയാണ് ഐറിസ് എന്ന് പറയുന്നത്. അതുപോലെ വാർത്താ അവതാരകൻ ഇവാൻ ആണ്. ഐറിസും ഇവാനും ഓർത്തു വെച്ചേക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്ലറ്റിക്സ് വിഭാഗം എന്നുണ്ടോ എന്ന് നോക്കണം. അത്ലറ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആൻസർ നമ്മളിപ്പോ പറയുന്നത് വരാൻ പോകുന്നത്. ആരൊക്കെയാണ്? അഭിനവ് ബിന്ദ്ര, കർണം മല്ലേശ്വരി, നീരജ് ചോപ്ര, സുശീൽ ശർമ്മ. ഓക്കെ. ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയായിരിക്കും. കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു വീതം പത്രം വായിക്കുന്ന എല്ലാവർക്കും അറിയാം. നീരജ് ചോപ്രയാണ് അല്ലെ. നീരജ് ചോപ്രയാണ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗം. അത്ലറ്റിക്സ് ഉണ്ടോ എന്ന് നോക്കിക്കോണേ. വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരമാണ് നീരജ് ചോപ്ര. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ. അടുത്തത് ഇതെല്ലാം പൊസിഷൻസ് ആണ്. ഇതെല്ലാം ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പൊസിഷൻസ് ഒന്നും കൂടി ഏതെങ്കിലും ഒക്കെ കയ്യിൽ ഷോർട്ട് നോട്ട് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് പഠിച്ചു പോവാ. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. അഡ്വക്കേറ്റ് MK സക്കീർ ആണോ, ഡോക്ടർ മിനി സക്കറിയാസ് ആണോ, ജിനു സക്കറിയ ഉമ്മൻ ആണോ, MR ബൈജു ആണോ? എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? MR ബൈജു ആണ്. ശ്രദ്ധിക്കാത്തവര് എന്താണ് നമ്മുടെ ഇനിഷ്യൽ ശ്രദ്ധിച്ചോണം. ഇനിഷ്യൽ മാറ്റി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരും. ഓക്കെ. MR ബൈജു ആണ് കേരള പബ്ലിക് സർവീസ് ചെയർമാന്റെ നിലവിലെ ചെയർമാൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് MR ബൈജു ആണ്. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. MR നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇടാനുള്ള കാരണം ഇത് പ്രീവിയസ് ആണ്. അപ്പോ ഒന്ന് ശ്രദ്ധിച്ചോ. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചതെന്നാണ്. അപ്പൊ രൂപീകരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം ഒരു ജില്ലാ സഹകരണ ബാങ്ക് എന്തിന്റെ കൂടെ ഇല്ല? കേരള ബാങ്കിനോട് ചേർന്നിട്ടില്ലായിരുന്നു. അതേതാന്ന് ചോദിച്ചാൽ ഏതാ? മലപ്പുറമാണ്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിനോട് ചേർന്നിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ സംയോജിപ്പിക്കുന്ന സമയത്ത് രൂപീകരിക്കുന്ന സമയത്ത് 13 ജില്ലാ സഹകരണ ബാങ്കുകളാണ് ഉണ്ടായിരുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കണം. മലപ്പുറം മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് അപ്പോ ഇല്ലായിരുന്നു. പക്ഷേ നിലവിൽ എത്ര ജില്ലാ സഹകരണ ബാങ്കുകളാണ് ഉള്ളതെന്ന് വെച്ചാൽ നിലവിൽ 14 എണ്ണവും ഉണ്ട്. മലപ്പുറത്തെ ഈ ഇടയ്ക്ക് ഹൈക്കോടതി വിധി പ്രകാരം നമ്മുടെ കേരള ബാങ്കിനോട് ലയിപ്പിച്ചിട്ടുണ്ട്. കേരള ബാങ്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞായിരുന്നു, നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കേരള ബാങ്കിനെ ഈ സമയത്ത് നമ്മുടെ വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ് C ബാങ്ക് ആയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ 25 ലക്ഷം രൂപയിൽ കൂടുതൽ എന്ത് കൊടുക്കാൻ പാടില്ല? പേഴ്സണൽ ലോൺ ഒന്നും കേരള ബാങ്കിൽ നിന്ന് കൊടുക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കുക. മലപ്പുറത്തെ യോജിപ്പിക്കുകയും കൂടെ ചെയ്തു. അതുകൊണ്ട് കേരള ബാങ്ക് ഓർത്തിരിക്കുക. പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. ഇതൊക്കെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. എല്ലാവർക്കും സ്പീഡിൽ പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ കേരള ജില്ലാ സഹകരണ ബാങ്കുകളെ എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ യോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 13 ആണ്. ഇപ്പോൾ എത്ര ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ
14 ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN ആചരിച്ചത്? 2023 കഴിഞ്ഞല്ലോ, അപ്പൊ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് 2023 ആയിരിക്കണം. ഓക്കെ, 2023 അന്താരാഷ്ട്ര മണ്ണ് വർഷമാണോ, മില്ലറ്റ് ആണോ, സസ്യവർഷമാണോ, പയറുവർഗ്ഗമാണോ? പഠിച്ചവർക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിക്കാണും. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ്. 2023 ചോദിക്കാനുള്ള റീസൺ എന്തായിരിക്കും? ഇന്ത്യ മുൻകൈ എടുത്താണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട്, മില്ലറ്റ് വർഷമായിട്ട് 2023 ആചരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏത് വർഷമാണ്? അപ്പൊ 2023 കഴിഞ്ഞ്, അങ്ങനെയാണെങ്കിൽ 2024 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് ചോദിച്ചാൽ ഏത് വർഷമായിട്ടാണ്? അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. അന്താരാഷ്ട്ര, നോട്ട് ചെയ്ത് വെച്ചേക്കണേ, അന്താരാഷ്ട്ര ഒട്ടക വർഷം. ഓക്കെ, 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് ആചരിക്കുന്നത്. 2023 മില്ലറ്റ് വർഷം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഇതിപ്പം കറണ്ട് അഫയേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ കറണ്ട് അഫയേഴ്സിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇത് പഠിക്കുക. കാര്യം 2020 തൊട്ടുള്ളതൊക്കെ എന്താ, നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കുക. അപ്പൊ അതുകൊണ്ട് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണോ, ഹിസ്റ്ററി ആയോ എന്നൊക്കെ ചോദിച്ചാൽ കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. അപ്പൊ COVID-19 തടയുന്നതിന്റെ ഭാഗമായി ആദ്യമായി ഇന്ത്യയിൽ കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ് ആണ് കേട്ടോ. ആദ്യമായി ഇന്ത്യയിൽ കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ് ആണ്. COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഒന്ന് മനസ്സിലോർത്തെ, COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? പഞ്ചാബ് ആണ്, പഞ്ചാബ്. അടുത്തത് ഓപ്പറേഷൻസ് നിങ്ങൾക്ക് ചോദിക്കും. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യത്തിന്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഉണ്ട്, ടൈഗർ, കാവേരി, ഗംഗ. അപ്പൊ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ കുറച്ച് പഴയതാണ് അല്ലെ, നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. ഓപ്പറേഷൻ ടൈഗർ, ഓപ്പറേഷൻ കാവേരി. ആൻസർ കിട്ടിയോ? ആൻസർ ഓപ്പറേഷൻ കാവേരിയാണ്. ഓപ്പറേഷൻ കാവേരി. ഒന്നും കൂടി ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാലോചിച്ച്, സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം. ഓപ്പറേഷൻ കാവേരി എന്നാണ് ഉത്തരം. സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാദൗത്യം ഓപ്പറേഷൻ കാവേരി. ഇനി മറക്കില്ലല്ലോ, സുഡാനിൽ നിന്നും കാവേരി, സുഡാനിൽ നിന്നും കാവേരി, ഓർത്തിരിക്കുക. വീണ്ടും എന്താണ് ഒരു ക്വസ്റ്റ്യൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. പൊസിഷൻസ് പഠിച്ചിട്ടേ പോകാവേ, മന്ത്രിമാര് പൊസിഷൻസ് ഒക്കെ നോക്കിയിട്ടേ പോകാവേ. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ ആരൊക്കെയാ? സാറാ ജോസഫ്, അബൂബക്കർ, അശോകൻ ചെരുവിൽ, സച്ചിദാനന്ദൻ. ഓപ്ഷൻ കണ്ടപ്പോ തന്നെ ആൻസർ ഒരുപാട് പേർക്കും കിട്ടിയിട്ടുണ്ടാവും. ആൻസർ എന്താ? ശ്രീ സച്ചിദാനന്ദനാണ് അല്ലെ. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് ശ്രീ സച്ചിദാനന്ദൻ. നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യത്തെ മലയാളി ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി. വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി. ഇത് അവർ ഭയങ്കര ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരുന്നു കൊടുത്തിരുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ആരാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യത്തെ മലയാളി ആരാന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? മിന്നുമണിയാണ്, മിന്നുമണി. ബാക്കി ഇവരാരും അല്ലെന്ന് നമുക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടും അല്ലെ. PT ഉഷ, ഷൈനി വിൽസനോ ഒന്നുമല്ല, മിന്നുമണിയാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യത്തെ മലയാളി മിന്നുമണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ സിമ്പിൾ ആണ്, പക്ഷെ പെട്ടെന്ന് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയിലെ 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നും ചോദിക്കും. 50th സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നും വേണമെങ്കിൽ ചോദിക്കാം. ഓപ്ഷനിൽ നോക്കിക്കേ, നമുക്ക് ചിലർ DY ചന്ദ്രചൂഡ് എന്ന് മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് പോകും. അപ്പൊ DYയുടെ എക്സ്പാൻഷൻ പഠിച്ചിരിക്കണം. എന്താണ്? ധനഞ്ജയ് യശ്വന്ത് ആണോ? അതുപോലെ ദാമോദർ യാദവ് ആണോ? സാംബ, ദിവാകർ യാദവ്, അങ്ങനെ കുറെ DYയുടെ ഇങ്ങനെ തന്നെയാണ്. PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ അല്ല. ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡാണ്. ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡാണ്. ഓക്കെ, 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. 49 UU ദളിത് ആയിരുന്നു അല്ലെ. അപ്പൊ ഇന്ത്യയിലെ
യു ലളിതായിരുന്നു. ഓക്കെ, ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്, അല്ലെങ്കിൽ ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നൊക്കെ ചോദിച്ചാൽ DY ചന്ദ്രചൂഡാണ്. DY ചന്ദ്രചൂഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അത്യാവശ്യം നമ്മുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്ക്, ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. 2020 ഇത് വേറൊരു പോർഷൻ ആയിട്ട് നിങ്ങൾക്ക് വേറെയും പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ കസ്തൂരി രംഗൻ, രാമമൂർത്തി, വാസുദേവ കമ്മത്ത്, KM ത്രിപാഠി ഒക്കെ ഉണ്ട്. വെറുതെ ഒന്ന് സിലബസ് നോക്കി പോയവർക്ക് തന്നെ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കസ്തൂരി രംഗൻ ആണ് അല്ലെ. കസ്തൂരി രംഗൻ. ആ ഒരു വിദ്യാഭ്യാസ നയമൊക്കെ നിങ്ങൾക്ക് വേറെ പഠിക്കാനുണ്ടാവും. അപ്പോ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. കസ്തൂരി രംഗൻ ഇനിഷ്യൽ സഹിതം പഠിച്ചു വെച്ചേക്കുക. കസ്തൂരി രംഗൻ ആണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ കസ്തൂരി രംഗൻ ആണ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? കസ്തൂരി രംഗൻ. അടുത്തത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരെന്നാണ് ക്വസ്റ്റ്യൻ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? യു ഷറഫ് അലി, മേഴ്സിക്കുട്ടൻ, അഞ്ജു ബോബി ജോർജ്, TP ദാസൻ. ഇവരെല്ലാം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടയാണ് അല്ലെ. ഓക്കെ, ആൻസർ എന്താണ്? ശ്രീ യു ഷറഫ് അലി ആണ്. ഷറഫ് അലി ആണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ശ്രീ യു ഷറഫ് അലി ആണ്. പെട്ടെന്ന് അങ്ങ് പഠിച്ചേ അറിയാത്തവര് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ യു ഷറഫ് അലി ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ചന്ദ്രയാൻ 3യെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ഈയിടെ ചോദിച്ച മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഉണ്ട്. അതുകൊണ്ട് ചന്ദ്രയാൻ 3 നിങ്ങളൊന്ന് ഇനിയിപ്പോ ലാസ്റ്റ് ടൈമിലാണ് നോക്കുന്നതെങ്കിൽ വിട്ടേക്ക്. അതിന് കുറച്ച് സമയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചന്ദ്രയാൻ 3 ഒന്നും കൂടി നോക്കിയിട്ട് പോവുക. ചന്ദ്രയാൻ 3ന്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ലാൻഡറിലും റോവറിലും ലാൻഡർ ഉണ്ട്, റോവർ ഉണ്ട്, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഉണ്ട് അല്ലേ. മൊഡ്യൂളുണ്ട്. ഇതിനകത്ത് എല്ലാം എന്തുണ്ട്? പേലോഡുകളുണ്ട്. മനസ്സിലാക്കി പോണേ, പേലോഡുകളുണ്ട്. അപ്പൊ ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്ത എന്ന്. അതുകൊണ്ട് നമ്മൾ ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂളിലൊക്കെ ഉള്ള പേലോഡുകൾ സഹിതം പഠിച്ചു വെക്കണം. രംഭ, ഷേപ്പ്, ചസ്തേ, ഇൽസ, ILSA ഒക്കെയാണ് ഓപ്ഷൻ ഉണ്ടത്. ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? ഷേപ്പ് ആണ്. ഷേപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പ്രൊപ്പൽഷൻ മൊഡ്യൂളിലുള്ള ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂളിലുള്ള ഒരു പേലോഡാണ്. അപ്പോ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് റോവറിലെയും പ്രൊപ്പൽഷൻ മൊഡ്യൂളിലെയും കൊടുത്തിട്ടുണ്ട്. ബാക്കി എവിടെയാണ്? ലാൻഡറിലുള്ളതാണ്. ഓക്കെ, അപ്പൊ ലേസർ അല്ലെങ്കിൽ LIBS, APXS ഇത് രണ്ടും റോവറിലെയാണ്. LIBS, APXS ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചാൽ LIBS, APXS അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എക്സ്പാൻഷൻ കാണുമ്പോൾ കിട്ടിക്കോളും കേട്ടോ. ഓക്കെ, അത് രണ്ടും നമുക്ക് റോവറിലെയാണ്. പ്രൊപ്പൽഷൻ മൊഡ്യൂളിലെയാണ് ഈ ഷേപ്പ് എന്ന് പറയുന്നത്. ഇത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ബാക്കി രംഭ, ചസ്തേ, ILSA ഇത് ഇത്രയും എവിടുത്തെയാണ്? നമ്മുടെ ലാൻഡറിലെയാണ്. ഇത്രയും നോട്ട് ചെയ്ത് വെച്ചേക്കണേ. റോവറും പ്രൊപ്പൽഷൻ മൊഡ്യൂളും പഠിച്ചാൽ മതി. ബാക്കി മറ്റേതേതിലാണെന്ന് നിങ്ങൾ ഓർത്തോളും. ഓക്കെ, റോവറിലെയാണ് LIBS, പിന്നെ APXS. ഷേപ്പ് ആണ് ഏതിൽ വരുന്നത്? പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ വരുന്ന പേലോഡ്. അപ്പൊ നമ്മൾ ഓരോരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇതിന്റെ കൂടെ ചന്ദ്രയാൻ 3യുടെ കൂടെ വ്യത്യസ്ത പേലോഡുകൾ നമ്മൾ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഓരോന്നും ഓരോ സ്ഥലത്താണ് വെച്ചേക്കുന്നത്. ചിലത് ലാൻഡറിൽ വെച്ചിട്ടുണ്ട്, ചിലത് റോവറിൽ വെച്ചിട്ടുണ്ട്, ചിലത് പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ വെച്ചിട്ടുണ്ട്. അപ്പം നോട്ട് ചെയ്ത് വെച്ചോ, പെട്ടെന്നൊന്ന് പഠിച്ചേ. ലേസറും APXS-ഉം അതായത് ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ്. ഇത് രണ്ടും എവിടെയാണ്? റോവറിലാണ്, പ്രൊപ്പൽഷൻ മൊഡ്യൂളിലാണ്. ഷേപ്പ്, ഓക്കെ, സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എന്നാണ് ഷേപ്പിന്റെ ഫുൾ ഫോം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പെട്ടെന്ന് ഒരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്ത് നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ചന്ദ്രയാൻ 3യെ പറ്റി നന്നായിട്ട് പഠിക്കണം. ചന്ദ്രയാൻ 3യുടെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നോക്കിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ ഇത് 1-2 വട്ടം ചോദിച്ചു. നമ്മുടെ ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യ
ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? അപ്പൊ ജൂലൈ 14 ഉണ്ട്, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 23, ഓഗസ്റ്റ് 17. പഠിച്ചു വെച്ചവർക്ക് പെട്ടെന്ന് കിട്ടിക്കാണും, കുറച്ചധികം പഠിച്ചവർക്ക് കൺഫ്യൂഷൻ ആയി കാണും. ഓക്കെ, ജൂലൈ 14 എന്ന് പറയുന്ന ഡേറ്റ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച ദിവസമാണ് അല്ലെ? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ജൂലൈ 14 അതുകൊണ്ട് ഇത് കൺഫ്യൂഷൻ ആവും. അതേസമയം ചന്ദ്രയാൻ 3 അതിന്റെ സുരക്ഷിതമായി അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്ന ദിവസമാണ് ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത്. ഈ ഓഗസ്റ്റ് 23 ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷമാണ് 2023 അതിന്റെ തീരുമാനമുണ്ടായത്. അപ്പോൾ ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം എന്നു ചോദിച്ചാൽ ഓഗസ്റ്റ് 23. റീസൺ എന്താന്ന് ചോദിച്ചാൽ ചന്ദ്രയാൻ 3 സുരക്ഷിതമായി അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്ന ദിവസമാണ് ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത്. ജൂലൈ 14 എന്ന് പറയുന്നത് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച ദിവസമാണ്. അപ്പൊ ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് കണ്ണടച്ച് പെട്ടെന്നൊന്നോർത്തെ, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 23. ഇനി നിങ്ങൾ എല്ലാ ദിനങ്ങളുടെയും പ്രമേയം പഠിച്ചു വെച്ചേക്കുക. 2024 ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അതും നമ്മുടെ എക്സാമിന് തൊട്ടു മുമ്പ് നടന്നുപോയ ദിവസങ്ങളാണ് ചോദിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. തണ്ണീർത്തട ദിനം എന്നാ ഫെബ്രുവരി 2 അല്ലെ? ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത്. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാത്തിനകത്തും തണ്ണീർത്തടമുണ്ട്. ഇത് പഠിച്ചു വെച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, എല്ലാം കാണുമ്പോൾ നമുക്ക് പ്രമേയം പോലെ തോന്നും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആൻസർ എന്താ? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ് ആൻസർ. 2024 നമ്മുടെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ്. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും പെട്ടെന്ന് അങ്ങ് പഠിച്ചേ. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ്. ഫെബ്രുവരി 2 നമ്മൾ ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 2 തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. മറക്കല്ലേ, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി 2024 പ്രമേയം നമ്മൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചോദിക്കുവാണെങ്കിൽ ദേ ഇങ്ങനെ പഠിക്കണം. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്ന് കൊടുത്താൽ എന്റെ മലയാളമാണ് ഓപ്ഷൻ. ഇങ്ങനെ ഈ ഇംഗ്ലീഷ് തന്നെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ ആണ് ഏതെന്ന് പറയുന്നത് 2023 തണ്ണീർത്തട പുനരുജ്ജീവനം അല്ലെ? വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ ആണ് 2023 പ്രമേയം. 23 കൂടി പഠിച്ചു വെച്ചേക്കാം. 24 കുറച്ച് മനുഷ്യത്വം ഒക്കെ വന്നതെന്നൊന്ന് ഓർത്തിരിക്കുക. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 23 അവര് റീസ്റ്റോർ ചെയ്യുന്നതേ ഉള്ളൂ. റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനുഷ്യക്ഷേമത്തിന് വേണ്ടി ഇനി ഒന്ന് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചത്. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചോ. 23 റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 24 മനുഷ്യക്ഷേമം. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ് 24. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കെന്നാണ് ക്വസ്റ്റ്യൻ. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ഇത് ലഭിച്ചത് ഒരു മലയാളിക്കാണ്. ഓക്കെ, ശ്രീകുമാരൻ തമ്പിയാണോ, പ്രഭാവർമ്മയാണോ, EV രാമകൃഷ്ണൻ, K ശിവാറെഡ്ഡി? ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ സരസ്വതി സമ്മാൻ എന്ന് ഓർക്കുമ്പോൾ 2023 അവസാനത്തെ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മലയാളിയായ ആർക്കാണ്? പെട്ടെന്നൊന്ന് ഓർത്തെടുത്തേ. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. ഓക്കെ, പ്രഭാവർമ്മയ്ക്കാണ് 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത്. പ്രഭാവർമ്മയ്ക്കാണ്. ശ്രീകുമാരൻ തമ്പിക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ 2023 ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ. ഓക്കെ, നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കും? സരസ്വതി എന്ന് പറയുന്നത് ഒരു ഹിന്ദു ദൈവം അല്ലേ? ഹിന്ദു ദേവി അല്ലേ? അപ്പൊ ആ സരസ്വതി ദേവിയുടെ ചുറ്റും ഒരു പ്രഭയുണ്ട് എന്നിങ്ങനെ ഓർത്തിരിക്കുക. പ്രഭാവർമ്മ. 2023 സരസ്വതി സമ്മാൻ. സരസ്വതി ഒരു ദേവിയാണ്. ദേവിയുടെ ചുറ്റും ഇങ്ങനെ ഒരു പ്രഭയുണ്ട്. പ്രഭാവർമ്മ. അങ്ങനെ ഓർത്തിരിക്കുക. 2023 സരസ്വതി സമ്മാൻ പ്രഭാവർമ്മയ്ക്കാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി തെറ്റിക്കില്ലല്ലോ. സരസ്വതി സമ്മാൻ എന്ന് കേൾക്കുമ്പോഴേ പ്രഭാവർമ്മ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഇടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് എല്ലാം എന്താണ് 2024 കാര്യങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നത്. 2024 നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു പുരസ്കാരം 2024 കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് 2023 ചോദിച്ചത് കേട്ടോ. അപ്പൊ ഇനി 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ആൻസർ ഹിമപ്പുലിയാണ്. ഹിമപ്പുലി കേട്ടോ, ഹിമപ്പുലിയാണ് നമ്മുടെ 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഹിമപ്പുലി. ഇനി 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയെന്ന് നിങ്ങൾക്ക് അടുത്ത ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയെന്നാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. എന്താണ് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദിയാകുന്നത് ഗുൽമാർഗ് ആണ്. 2 സ്ഥലമുണ്ട്. ഇതില് ആദ്യഘട്ട മത്സരങ്ങൾ നടക്കുന്നത് ലഡാക്കിലും പിന്നെ ആകെ നമ്മൾ വേദി എന്ന് പറയുന്നത് ഗുൽമാർഗ് ആണ്. പക്ഷേ ആദ്യഘട്ട മത്സരങ്ങൾ ലഡാക്കിൽ. അപ്പൊ ഗുൽമാർഗിലും ലഡാക്കിലുമായിട്ടാണ് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എല്ലാരും കണ്ണടച്ച എന്താണ് ആൻസർ? എന്താ? ഹിമപ്പുലിയാണ്. ഹിമപ്പുലി അല്ലെ. അതുപോലെ 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഗുൽമാർഗ്. അതുപോലെ ആദ്യഘട്ട മത്സരങ്ങൾ നടക്കുന്ന എവിടെയാന്ന് ചോദിച്ചാൽ ലഡാക്ക് ആണ്. ലഡാക്ക്. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് ഇവ ഏതുമല്ല. എന്തായാലും ഇന്ത്യ അല്ലെന്ന് ഉറപ്പിക്കാം. സ്കാൻഡിനേവിയൻ കൺട്രീസ് ആണ് നോർമലായിട്ടും എന്താണ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തെത്തുക. ഫിൻലൻഡ്, ഡെൻമാർക്ക് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഫസ്റ്റും സെക്കൻഡും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ ഇതിന്റെ ആൻസർ അറിയാമോ? ഇന്ത്യ 2024 ഇന്ത്യയുടെ സ്ഥാനം ഒക്കെ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഫിൻലൻഡ് ആണ്. ഫിൻലൻഡ് കേട്ടോ. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡ് ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്കണേ, ഫിൻലൻഡ്. ഇനി 2024 ഇന്ത്യയുടെ സ്ഥാനം 126 ആയിരുന്നു. പഠിക്കണേ, 2024 ഇന്ത്യയുടെ സ്ഥാനം എത്ര? 126. പെട്ടെന്ന് കണ്ണടച്ച് വെച്ച് അങ്ങ് ഓർത്തോർത്ത് പഠിച്ചേ. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡ് ആണ്. അതില് ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. ഓക്കെ, 1ാം സ്ഥാനം ഫിൻലൻഡ്, 2ാം സ്ഥാനം ഡെൻമാർക്ക് ആണ്. ഓക്കെ, 2ാം സ്ഥാനം ഡെൻമാർക്ക് ആണ്. 3ാം സ്ഥാനം ഐസ്ലാൻഡ് എന്തോ ആണ്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട. 1ാം സ്ഥാനം ഫിൻലൻഡ്, 2ാം സ്ഥാനം ഡെൻമാർക്ക്, ഏറ്റവും പിന്നിൽ അഫ്ഗാനിസ്ഥാൻ ആണ് കേട്ടോ. ഏറ്റവും പിന്നിൽ അഫ്ഗാനിസ്ഥാൻ ആണ്. ഇത്രയും ഒന്ന് ഓർത്തിരിക്കണേ. അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് എവിടുത്തുകാർക്കാണ്? ഫിൻലൻഡുകാർക്ക്. സെക്കൻഡ് പ്രൈസ് ഡെൻമാർക്കുകാർക്കാണ്. ഇന്ത്യക്ക് 126ാമത്തെ സ്ഥാനമാണ്. ഏറ്റവും പിന്നിലുള്ളത് അഫ്ഗാനിസ്ഥാൻ ആണ്. അപ്പൊ 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തത്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഫസ്റ്റ് ഡെൻമാർക്ക് അല്ല, ഫസ്റ്റ് ഫിൻലൻഡ്, സെക്കൻഡ് ഡെൻമാർക്ക്. ഫസ്റ്റ് ഫിൻലൻഡ്, സെക്കൻഡ് ഡെൻമാർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? നിങ്ങൾക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ്? സ്റ്റാർസ്. ഓക്കെ, സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ കോളേജിലാണോ സ്റ്റാർ, അതോ ഡോക്ടർമാരാണോ സ്റ്റാർ എന്നൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഓർക്കാം. പക്ഷേ എന്താണ്, അധ്യാപകരുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്കൂൾ വിദ്യാഭ്യാസമാണ് ആൻസർ എന്ന് ഓർത്തിരിക്കുക. സ്കൂളിലാണ് നമ്മുടെ സ്റ്റാറുകളൊക്കെ കേട്ടോ. നമ്മുടെ സ്റ്റാറുകളൊക്കെ, കുട്ടി സ്റ്റാറുകളൊക്കെ എവിടെയാ ഉള്ളത്? സ്കൂളിലാണ്. അപ്പൊ അത് ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് കേട്ടോ. സർവശിക്ഷാ അഭിയാനും അതുപോലെ ലോക ബാങ്കും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. അത് സ്റ്റാർസ് പ്രോജക്റ്റ് നമ്മൾക്ക് ഇന്ത്യയിൽ SSA ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോ കോളേജ് വിദ്യാഭ്യാസം, മെഡിക്കൽ വിദ്യാഭ്യാസം ഒന്നുമല്ല, സ്കൂൾ വിദ്യാഭ്യാസമാണ് ആൻസർ. സ്റ്റാർസ് പ്രോജക്റ്റ് സ്കൂൾ, ഓർത്ത് വെച്ചേക്കുക കേട്ടോ. സ്റ്റാർസ് പ്രോജക്റ്റ് സ്കൂൾ വിദ്യാഭ്യാസം.
ഓക്കെ, നമ്മുടെ പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലോകബാങ്കും SSAയും ചേർന്നിട്ട് ഈ സ്റ്റാർസ് എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതിന്റെ ഒരു നമ്മളിങ്ങനെ ഓരോ അക്ഷരമായിട്ട് നിങ്ങൾ നോക്കണ്ട. സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ്സ് എന്നാണ് അതിന്റെ ഒരു എന്താണ് എക്സ്പാൻഷൻ നമ്മൾ പഠിക്കുക. സ്റ്റാർസ് പദ്ധതിയിലേക്ക് ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 6 എണ്ണമാണ് കേട്ടോ. സ്റ്റാർസ് പ്രോജക്റ്റിലേക്ക് 6 എണ്ണം. നിങ്ങൾക്ക് ഇൻ കേസ് സ്റ്റേറ്റ്മെന്റ് വൈസ് എങ്ങാനും ചോദിച്ചാൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ഒന്നും കൂടി ഒന്ന് നോക്കിക്കേ. ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് മേഖലയാണ്? നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസമാണ്. ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ് എന്നാണ് അതിന്റെ ഒരു എക്സ്പാൻഷൻ വരിക. ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ്സ്. ഇനി സ്റ്റാർസ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനങ്ങളുടെ എണ്ണം 6 ആണ്. മനസ്സിൽ പതിപ്പിച്ചെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലോക ആരോഗ്യ ദിനം 2024 പ്രമേയം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രമേയം ചോദിക്കുന്നുണ്ട്. പരീക്ഷ കഴിയുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം, അത് നമുക്ക് കഴിഞ്ഞു പോയ ഡേയ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നോക്കിക്കേ, സാമൂഹ്യ ആരോഗ്യമാണ് എന്റെ ആരോഗ്യം, എന്റെ ആരോഗ്യം എന്റെ അവകാശം, എല്ലാവർക്കും ആരോഗ്യം, വ്യക്തി ശുചിത്വം പ്രാധാന്യം. എല്ലാം ഒരു ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആർക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ റീകോൾ ചെയ്തെടുത്തു എന്ന് വിചാരിക്കുന്നു. ആരോഗ്യ ദിനം 2024 പ്രമേയം. ആൻസർ വരുന്നത് എന്റെ ആരോഗ്യം എന്റെ അവകാശമാണ്. എന്റെ ആരോഗ്യം എന്റെ അവകാശം, എന്റെ ആരോഗ്യം എന്റെ അവകാശം. 2024 ആരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ്, ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് എന്റെ ആരോഗ്യം എന്റെ അവകാശം. തണ്ണീർത്തടം നമ്മൾ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? തണ്ണീർത്തടം പഠിച്ചായിരുന്നു. എല്ലാരും പെട്ടെന്നൊന്ന് ഓർത്തെടുത്തേ, ഞാൻ പറയുന്നില്ല, ഓർത്തെടുത്തേ. തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം നമ്മൾ പഠിച്ചായിരുന്നു. മനുഷ്യക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ഓക്കെ, ലോക ആരോഗ്യ ദിനം 2024 പ്രമേയം എന്താ? എന്റെ ആരോഗ്യം എന്റെ അവകാശം. എന്നാണ് ലോക ആരോഗ്യ ദിനം? ലോക ആരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7 ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ് കേട്ടോ. 10th ലെവൽ വന്ന പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ്. ഏത്? ലോക ആരോഗ്യ ദിനം ഡേറ്റ് എന്നാണെന്ന് ചോദിച്ചത് ഈ ഇടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് എനിക്ക് വിശ്വാസമുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. 2023 സെപ്റ്റംബറിലാണെന്നറിയാം. ഈ 20, 21, 27 ഒക്കെ നിങ്ങൾ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവും. ആൻസർ പെട്ടെന്നൊന്ന് ഓർത്തെടുത്തേ. നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന്. ആൻസർ വരുന്നത് 2023 സെപ്റ്റംബർ 28 ആണ്. നിങ്ങൾക്ക് എന്തായാലും ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നും ചോദിച്ചാൽ 2023 സെപ്റ്റംബർ 28 ആണ്. ഓക്കെ, അപ്പൊ ഈ ബില്ലിനെ പറ്റി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാര്യം എന്താണ്? പുതിയ നമ്മുടെ പാർലമെന്റ് മന്ദിരങ്ങൾ വന്നതിന് ശേഷം ആദ്യമായിട്ട് പാസാക്കിയ ബില്ല് ഏതാന്ന് ചോദിച്ചാൽ നാരീശക്തി വന്ദൻ അധിനിയം ബില്ലാണെന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ വനിതാ സംവരണ ബില്ലെന്നാണ് ഇതിന്റെ പേരല്ലേ, വനിതാ സംവരണ ബില്ലെന്നാണ് ഇതിന്റെ പേര്. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് 2023 സെപ്റ്റംബർ 28നാണ്. 2023 സെപ്റ്റംബർ 28നാണ് രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെക്കുന്നത്. ഇത് ലോകസഭ പാസാക്കുന്നതും രാജ്യസഭ പാസാക്കുന്നതും കൂടി പഠിച്ചു വെച്ചേക്കുക. ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20, രാജ്യസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 21. സെപ്റ്റംബർ 28നാണ് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. 20, 21, 28 പെട്ടെന്ന് പഠിച്ച് 20, 21, 28. ഇത് ഭരണഘടനയുടെ 106ാമത്തെ ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 106ാമത്തെ ഭേദഗതിയാണ്. ഈ ഭേദഗതി വഴി എന്താണ്? നമ്മുടെ വനിതകൾക്ക് സംവരണം അല്ലെ, 1/3 33% സംവരണം എവിടെയാണ്? ലോക്സഭയിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് നിയമസഭകളിലും എന്ത് ചെയ്തേക്കുന്നു? അതുപോലെ നമ്മുടെ രാജ്യസഭയിലും അതുപോലെ കൗൺസിലുകളിലും സ്റ്റേറ്റ് കൗൺസിലുകളിലും ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. രാജ്യസഭയിലേക്ക് ഈ ഒരു നിയമം ബാധകമല്ല.
അപ്പോൾ നാരീശക്തി വന്ദൻ അധിനിയം ബിൽ അല്ലെങ്കിൽ വനിതാ സംവരണ ബിൽ എന്ന് നമ്മൾ പറയുന്ന ബില്ല് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് സെപ്റ്റംബർ 28, 2023 106ാമത്തെ ഭേദഗതിയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് രാജ്യസഭയിൽ ഇങ്ങനൊരു സംവരണം പറഞ്ഞിട്ടില്ല എന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ അത്യാവശ്യം ഓർത്തു വെക്കേണ്ട പുരസ്കാരങ്ങളെല്ലാം ഒന്ന് ഓർത്തേ 2023 വയലാർ പുരസ്കാര ജേതാവ് ആരായിരുന്നു? 2023 വയലാർ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, ഹരിവരാസനം പുരസ്കാരം, ബുക്കർ പുരസ്കാരം, അതുപോലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും പെട്ടെന്ന് ഒരു സെക്കൻഡ് എടുത്തൊന്ന് ആൻസർ ആലോചിച്ച് നോക്കിക്കേ. ആൻസർ എന്ത് വരും? 2023 വയലാർ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. 2023 വയലാർ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആര്? 2023 ആരാണ്? PN ഗോപികൃഷ്ണനാണ്. ഓടക്കുഴൽ ഈ വട്ടം നമുക്ക് പെട്ടെന്ന് പഠിക്കാം അല്ലെ? ഓടക്കുഴലും കൊണ്ട് നിൽക്കുന്ന ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ PN ഗോപികൃഷ്ണൻ ഓർത്തിരിക്കാം അല്ലെ? ഇനി ഹരിവരാസനം പുരസ്കാരം നേടിയതാരെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, 2023 വയലാർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി അല്ലായിരുന്നോ? അപ്പൊ ഹരിവരാസനം പുരസ്കാരവും ശ്രീകുമാരൻ തമ്പിക്ക് തന്നെയാണ് ലഭിച്ചത്. 2023 ഹരിവരാസനം പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. ഇനി ബുക്കർ പുരസ്കാരം 2023 ബുക്കർ പുരസ്കാര ജേതാവ് ആരെന്നാണ് ക്വസ്റ്റ്യൻ. അതുപോലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം, ഇവർ രണ്ടുപേരുടെയും ബുക്കുകൾ ഏതൊക്കെയാണെന്നും ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കുക. ഏതാണ് ബുക്കർ പുരസ്കാര ജേതാവ്? 2023 പോൾ ലിഞ്ച് ആണ് ബുക്കർ പുരസ്കാര ജേതാവ്. ഓക്കെ, ബുക്കർ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചാൽ പോൾ ലിഞ്ച് ആണ്. പ്രൊഫറ്റ് സോങ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നോവലിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ബുക്കർ അത് ഇംഗ്ലീഷിൽ എഴുതിയ രചനകൾക്കാണ് നമ്മൾ പോൾ ലിഞ്ച് ഈ ബുക്കർ പുരസ്കാരം കൊടുക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന കൃതികൾക്കാണ് കേട്ടോ. പോൾ ലിഞ്ച് പ്രൊഫറ്റ് സോങ്, പോൾ ലിഞ്ച് പ്രൊഫറ്റ് സോങ്. ഓക്കെ, അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ആണെങ്കിൽ നമ്മൾ പല ഭാഷകളിലായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുന്ന വിവർത്തനം ചെയ്യില്ലേ? വിവർത്തനം ചെയ്ത് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന രചനകൾക്കാണ് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം കൊടുക്കുക. ക്ലാസ് എടുത്ത സമയത്ത് ഒരു വട്ടം ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം 2023 ജേതാവ് വരുന്നത് ജോർജി ഗോസ്പൊഡിനോവ് ആണ്. ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലിന് വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം. ഈ ഒരു പേജ് പെട്ടെന്ന് അങ്ങ് പഠിച്ച 2023 വയലാർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി, ഓടക്കുഴൽ അവാർഡ് PN ഗോപികൃഷ്ണൻ, ഹരിവരാസനം പുരസ്കാരം ശ്രീകുമാരൻ തമ്പി, ബുക്കർ പുരസ്കാരം പോൾ ലിഞ്ച്, അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ജോർജി ഗോസ്പൊഡിനോവ്. ഒന്ന് പെട്ടെന്ന് അങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെച്ചേ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് ആക്ച്വലി 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏതെന്നാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഞാനത് 2024 അടുത്തൊരു രാജ്യവും കൂടി നാറ്റോയിൽ അംഗത്വം നേടിയത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഞാൻ ആക്കിയതാണ്. 2024 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം. നാറ്റോയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ടാണ് ഉക്രൈൻ റഷ്യ യുദ്ധമൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ നാറ്റോയുടെ അംഗത്വമൊക്കെ വളരെയധികം ഇപ്പോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ 2024 മാർച്ചിലാണ് നാറ്റോയില് ഈ രാജ്യം അംഗത്വം എടുക്കുന്നത് കേട്ടോ. സ്വീഡൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അറിയാൻ വയ്യാത്തവർ നോട്ട് ചെയ്ത് വെച്ചേക്കാം. 2024 മാർച്ചില് സ്വീഡൻ എന്ത് ചെയ്യുന്നുണ്ട്? നാറ്റോയിൽ അംഗത്വം എടുക്കുന്നുണ്ട്. ഓക്കെ, സ്വീഡൻ. ഇതോടുകൂടി നമുക്ക് ടോട്ടൽ നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 32 ആണ്. നാറ്റോയുടെ ആകെ അംഗസംഖ്യ 32. നോട്ട് ചെയ്ത് വെച്ചേക്കുക. നാറ്റോയുടെ ആകെ അംഗസംഖ്യ 32 ആണ്. 2024 ലാസ്റ്റ് ആയിട്ട് അംഗത്വം നേടുന്നത് സ്വീഡൻ ആണ്. സ്വീഡൻ 2024 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ സ്വീഡൻ ആണ്. അപ്പോ നാറ്റോയുടെ അംഗസംഖ്യ ഇതോടുകൂടി 32 ആയി. 2 പോയിന്റും ഓർത്തു വെക്കുമല്ലോ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന മുദ്രാവാക്യം. ഓക്കെ, ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. ഓക്കെ, ഇത് നിങ്ങൾക്ക് അത്യാവശ്യം കറണ്ട് അഫയേഴ്സ് പഠിച്ചെങ്കിൽ കിട്ടിക്കാണും. ഏതാണ് ആൻസർ വരിക? G20 ആണ് അല്ലെ? G20 ഉച്ചകോടി 2023 എവിടെ വെച്ചാണ് നടന്നത്?
ഇന്ത്യയിൽ വെച്ചായിരുന്നു നടന്നത് അല്ലെ. 2023 G20 ഉച്ചകോടിയുടെ വേദി ഇന്ത്യ ആയിരുന്നു. 2022 ഇന്തോനേഷ്യ ആയിരുന്നു അല്ലെ. ഇന്തോനേഷ്യ ആയിരുന്നു. 2024 2024 ബ്രസീലാണ്. ഓർത്തു വെച്ചേക്ക. 2023 ഇന്ത്യ, 2022 ഇന്തോനേഷ്യ, 2024 ബ്രസീൽ. അപ്പൊ ഇന്ത്യ ഏത് വർഷമാണ് ആതിഥേയത്വം വഹിച്ചതെന്ന് ചോദിച്ചാൽ 2023 ആണ്. ഓക്കെ. അപ്പൊ G20 ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും. അപ്പോ ഈ 2023 നടന്ന നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടന്ന G20യുടെ എന്താണ് മുദ്രാവാക്യമാണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന് പറയുന്നത്. ഓക്കെ. G20 ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോ 2024 വേദി റിയോ ഡി ജനീറോ ബ്രസീലാണെന്ന് ഓർത്തിരിക്കുക. 2024 വേദി റിയോ ഡി ജനീറോ ബ്രസീലാണെന്ന് ഓർത്തിരിക്കുക. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നാണ് മുദ്രാവാക്യം. അത് G20 ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ. ഈ ഷെർപ്പ ആരാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 2023 G20 ഇന്ത്യയുടെ ഷെർപ്പ എന്ന് വെച്ചാൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ആള് അമിതാഭ് കാന്ത് ആണ് കേട്ടോ. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. അമിതാഭ് കാന്ത് ആണ്. അത് ഓർത്തു വെച്ചേക്കുക. 2023 ഇന്ത്യയുടെ ഷെർപ്പ. അതുപോലെ കേരളത്തിൽ 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന G20 വേദി പല സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു G20ക്ക്. അതിൽ നിന്നും കേരളത്തിൽ നിന്നും വേദിയാകാൻ കേരളത്തിൽ നിന്നും ചില സമ്മേളനങ്ങളുടെ വേദികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഏതൊക്കെ സ്ഥലങ്ങളാണ് കേരളത്തിലെ G20യുടെ വേദികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ. അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിന്റെ എന്താണ് സമ്മേളന വേദികൾ ഏതൊക്കെയാണെന്ന് എല്ലാം പഠിച്ചു വെക്കണമായിരുന്നു. 1 കുമരകമാണ്, 2 തിരുവനന്തപുരം, 3 കൊച്ചി. ഈ 3 സ്ഥലങ്ങളാണ് കേരളത്തിൽ നിന്നും G20യുടെ സമ്മേളന വേദിയായത്. പല പല സമ്മേളനങ്ങളാണ് കേട്ടോ. അപ്പൊ കുമരകം ഇത് അത്യാവശ്യം G20 ഒക്കെ നമ്മൾ നന്നായിട്ട് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. 2024 G20 വേദി ബ്രസീലാണെന്ന് ഓർത്തിരിക്കുക. 2023 ഷെർപ്പ അമിതാഭ് കാന്ത് ആയിരുന്നു. ഇനി കുമരകം, തിരുവനന്തപുരം, കൊച്ചി ഇത് 3ആണ് കേരളത്തിൽ നിന്നുള്ള ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ കുമരകം, തിരുവനന്തപുരം, കൊച്ചി കേരളത്തിൽ നിന്നും വേദിയായ സ്ഥലങ്ങളാണ്. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന മുദ്രാവാക്യം G20യുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കിട്ടിയെന്ന് വിചാരിക്കുന്നു. സമയമുള്ളവർ G20 ഒന്നുകൂടി നോക്കിയേക്കാം. അടുത്തത് കുറച്ച് വേദികളാണ്. 2024 ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകുന്ന സ്ഥലം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 2024 ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകുന്ന സ്ഥലം. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്ന് വെച്ചാൽ ആൻസർ ഖത്തറാണ്. ഓക്കെ. ഖത്തറാണ്. അപ്പോ 2020 നേരത്തെ എന്താണ് നമുക്ക് ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്ന സമയത്തെ അടുത്തൊരു വേദി ഇനി വരുന്നുണ്ടെന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ്. 2024 ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് ഖത്തർ. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാവുന്നത് ഖത്തറാണ്. ഒരുപാട് പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. ഇനി 2024 അന്താരാഷ്ട്ര കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലം ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. 2024 അന്താരാഷ്ട്ര കാലാവസ്ഥാ ഉച്ചകോടിക്ക്, അതായത് നമ്മൾ COP29 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം COP27 എന്നും 28 എന്നും അങ്ങനെ മാത്രമേ ചോദിക്കൂ. COP29 എന്ന് മാത്രമേ തരുള്ളൂ. അത് 2024 ഈ ഏതാ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 29 എന്ന് പറയുന്നത്. 2024 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 29 അതായത് COP29 അല്ലെങ്കിൽ അന്താരാഷ്ട്ര കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ബാക്കു അസർബൈജാൻ ആണ്. അസർബൈജാനിലെ ബാക്കു ആണ്. പഠിച്ചു വെക്കണേ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ്. 2024 അന്താരാഷ്ട്ര കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലം ബാക്കു അസർബൈജാൻ ആണ്. ബാക്കു അസർബൈജാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് വേദികൾ കൂടി ഒന്ന് രണ്ടെണ്ണം കഴിഞ്ഞതും വരാൻ പോകുന്നത് നോക്കാം. 2023 UAE ആയിരുന്നു. 2023 കഴിഞ്ഞ വർഷം ചോദിച്ചു. ഒരുപാട് പരീക്ഷകൾക്ക് ഏത് ചോദിച്ചു? 2023 വേദി ചോദിച്ചു. അതുകൊണ്ട് തന്നെ 24 ചോദിക്കാം. 2023 വേദി ദുബായ് UAE ആണ്. 2025 ഇനി വരാൻ പോകുന്ന വേദി ബെലേം ബ്രസീലാണ് കേട്ടോ. ബെലേം ബ്രസീൽ. നോട്ട് ചെയ്ത് വെച്ചേക്കണം. 2024 ബാക്കു. 2023 ഏതാണ്? UAE ദുബായ് ആണ്. ദുബായ്. അടുത്തത് 2025 വരുന്നത് ബെലേം ആണ്. ബെലേം ആണ് വരുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കുക.
ഓക്കെ, അപ്പൊ 2024 ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഖത്തറാണ്. പെട്ടെന്ന് പഠിച്ച് 2024 ഏഷ്യ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാവുന്നത് ഖത്തറാണ്. 2024 അന്താരാഷ്ട്ര കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത്, അതായത് COP29 ആണ് നടക്കുന്നത്. അതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ ബാക്കു അസർബൈജാൻ ആണ്. ബാക്കു അസർബൈജാൻ ആണ്. ക്വസ്റ്റ്യൻസ് തെറ്റിക്കരുത്. 2023 ദുബായ്, 2025 ബ്രസീല്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2024-25 യൂണിയൻ പാർലമെന്റിൽ ബഡ്ജറ്റ് എന്നുണ്ട് കേട്ടോ. വെരി സോറി. ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. യൂണിയൻ പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്തായിരിക്കും? എല്ലാവർക്കും ഉത്തരം അറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള 1 മാർക്ക് എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ നിർമ്മല സീതാരാമനാണ് അല്ലെ. മാമിന്റെ പേരിൽ ഇപ്പോ 2 റെക്കോർഡുകളുണ്ട്. ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി നിർമ്മല സീതാരാമനാണ്. കുറച്ചധികം റെക്കോർഡുകളുണ്ട്. ഏറ്റവും ദൈർഘ്യമേറിയത് അത് 2020 ബഡ്ജറ്റാണ്. ഇനി ഏറ്റവും ദൈർഘ്യം കുറഞ്ഞത് അത് 2024 ഇന്ററിം ബഡ്ജറ്റ് ആണ് കേട്ടോ. 2024 ബഡ്ജറ്റാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞത്. 58 മിനിറ്റ് സംതിങ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത ഏറ്റവും കൂടുതൽ തവണ അടുത്തടുത്ത ബഡ്ജറ്റ് അവതരിപ്പിച്ച കോൺസിക്യൂട്ടീവ് ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി. ഇത് ഇത്രയും മാമിന്റെ പേരിൽ ഇപ്പൊ വന്നിട്ടുള്ള റെക്കോർഡ്സ് ആണ്. പഠിച്ചു വെച്ചേക്ക. ഏറ്റവും ദൈർഘ്യം കൂടിയ ബഡ്ജറ്റ് 2 മണിക്കൂർ 45 മിനിറ്റോളം വരുന്ന ഒരു ബഡ്ജറ്റ് 2020 അവതരിപ്പിച്ചു. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞത് 2023 അവതരിപ്പിച്ചതും 2024 അവതരിപ്പിച്ചത് 2023 അതിന് മുമ്പ് റെക്കോർഡ് ഏറ്റവും കുറഞ്ഞ ദൈർഘ്യം കുറഞ്ഞത് അത് 87 മിനിറ്റ് സംതിങ് ആയിരുന്നു. ഇപ്പൊ ഒരു 58 മിനിറ്റോളം വരുന്നത് ഇന്ററിം ബഡ്ജറ്റ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ ദൈർഘ്യം കുറഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ത്യയിലെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ നിർമ്മല സീതാരാമൻ മാം ആണ്. അതുപോലെ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത, ഏറ്റവും കൂടുതൽ അടുത്തടുത്ത വർഷങ്ങളിൽ ബഡ്ജറ്റ് കോൺസിക്യൂട്ടീവ് ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചതൊക്കെ ആരാണ്? നിർമ്മല സീതാരാമനാണ്. ഓർത്തിരിക്കുക. 2024-25 പാർലമെന്റില് ബജറ്റ് അവതരിപ്പിച്ചത്, യൂണിയൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ചത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. നിർമ്മല സീതാരാമനാണ് ആൻസർ. അത് അവരുടെ പേരിലുള്ള 3-4 റെക്കോർഡ്സ് ഞാൻ പറഞ്ഞു, മറന്നു പോവാതെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത് ഈ ഇടയ്ക്ക് എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നാടൻ കളികളുടെ പ്രചരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഈ ഇടയ്ക്ക് ആരംഭിച്ച പദ്ധതിയാണ് നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതെന്ന് ഈ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജൂണിൽ വന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആർക്കെങ്കിലും ആൻസേഴ്സ് അറിയാമെങ്കിൽ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. നാടൻ കളികളുടെ പ്രചരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? കളിത്തട്ട് എന്നാണ് ആൻസർ. കായിക വകുപ്പാണ് കേട്ടോ. കായിക വകുപ്പാണ് പദ്ധതി കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കളിത്തട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അനാറ്റമി ഓഫ് ഹോൾ ഉണ്ട്, ഓപ്പൺഹൈമർ ഉണ്ട്, പുവർ തിങ്സ് ഉണ്ട്, ഇതൊന്നും അല്ല ഉണ്ട്. ഓക്കെ, 2024 ഓസ്കാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ്? ഓസ്കാർ നോക്കിയിട്ടേ പോവാവേ. ഓപ്പൺഹൈമർ ആണ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഓപ്പൺഹൈമർ. ഓസ്കാർ അവാർഡും കൂടി നല്ലതായിട്ട് നോക്കണം. നൊബേലും നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പൊ അത്യാവശ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ നോക്കിയത്. ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇനി സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മന്ത്രിമാരെ നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ പൊസിഷൻസ് നോക്കിയിട്ട് പോവുക. ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനമായിട്ടും പൊസിഷൻസ് നോക്കിയിട്ട് പോവുക. പിന്നെ അതുപോലെ അവാർഡുകള്, നമ്മുടെ കേരള അവാർഡുകൾ പ്രധാനമായിട്ടും നോക്കിയിട്ട് പോവുക. പിന്നെ അതുപോലെ ഓസ്കാർ, അതുപോലെ നൊബേല്, ഇത് ഇത്രയും ഉറപ്പായിട്ടും ഒന്ന് നോക്കിയിട്ട് പോവാ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട്, ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്പറേഷൻസ്, നമ്മള് പല രക്ഷാദൗത്യങ്ങള്, അതുപോലെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓരോരോ 100ാം വാർഷികം അങ്ങനെയൊക്കെ ആഘോഷിക്കുന്ന കാര്യങ്ങളില്ലേ,
അതൊന്ന് നോക്കിയിട്ട് പോവുക. അപ്പൊ ഈ 2024 എന്തിന്റെയൊക്കെ 100-മതോ 150-മതോ വാർഷികങ്ങളൊക്കെ ആണോ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഒന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് പോകാനുള്ള ക്വസ്റ്റ്യൻസും പോർഷൻസും ആണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും നാളെ നല്ലൊരു പരീക്ഷ എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും ആരും ടെൻഷനൊന്നും അടിക്കണ്ട. മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ചെയ്തിട്ട് പോരുക. ബാക്കിയൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കട്ടെ, നല്ലൊരു പരീക്ഷ ആയിരിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.